അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. A giving B. Molecule A changes into its isomeric form B by following the first order kinetics at a temperature of 1000 Kelvin. If the energy barrier with respect to reactant energy for such isomeric transformation is 191.48 kilojoule per mole and the frequency factor is 10 to the power 20, the time required for 50% molecules of A to become B. നമുക്ക് മനസ്സിലാക്കാം ഇത് അറീനിയസ് തിയറിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഫൈനലി ചോദ്യം ചോദിക്കുന്നത് ഹാഫ് ലൈഫ് എത്രയാണെന്നാണ്. ഓക്കെ, ടൈം റിക്വയർഡ് ഫോർ 50% കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. പക്ഷേ കോൺസെപ്റ്റ് നമ്മൾ മേജർലി യൂസ് ചെയ്യുക അറീനിയസ് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം നമുക്കറിയാം ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. കെ കണ്ടുപിടിക്കാനുള്ള ഡാറ്റയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. സോ അത് നമുക്ക് അറീനിയസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രീക്വൻസി ഫാക്ടർ എ അല്ലെങ്കിൽ അറീനിയസ് ഫാക്ടറിൻ്റെ വാല്യൂ 10 to the power 20 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 to the power 20 ഇ പവർ ആക്ടിവേഷൻ എനർജി നോക്കിയേ, ദ എനർജി ബാരിയർ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് ദാറ്റ് വിൽ ബി -191.48 കിലോ ജൂൾ ആൻഡ് ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 8.314. ടെമ്പറേച്ചർ നമുക്കറിയാം 1000 10 to the power 3 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഒരു ചെറിയ കാര്യമോടെ നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്. സോ ഞാനിവിടുത്തെ റീറൈറ്റ് ചെയ്യാണ്. സോ ഇ പവർ -191.48 കിലോ ജൂൾ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ജൂളിലേക്ക് ആക്കാൻ 10 to the power 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാര്യം നമ്മൾ നേരത്തെ വിട്ടുപോയിരുന്നു, ഞാനിവിടെ ആഡ് ചെയ്യുന്നു. പിന്നെ ആറിൻ്റെ വാല്യൂ 8.314, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 1000. എഗെയിൻ നമുക്ക് 10 to the power 3 10 to the power 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദ റിമൈനിങ് വിൽ ബി 10 to the power 20 ഇ പവർ -191.48 ബൈ 8.314 എന്നായിരിക്കും വരിക. ഈ 191.48 ബൈ 8.314ൻ്റെ വാല്യൂ 23.03 എന്നായിരിക്കും വരിക. ഓക്കെ, 23.03. നമുക്കറിയാം 23.03 എന്ന് പറഞ്ഞാൽ എന്താ, 23.03 എന്ന് പറഞ്ഞാൽ എന്താ, ln 10 ആണ് 2.303. അപ്പോൾ 23.03 എന്ന് പറഞ്ഞാൽ എന്താ, ln 10 to the power 10 ആണ് 23.03 എന്ന് പറയുന്നത്. ലോഗരിതമിക് റൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ഈ 10 പുറത്തേക്ക് എടുക്കുക, 10 ln 10 അതാണ് 23.03. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. സോ ദിസ് വിൽ ബി 10 to the power 20 ഇ പവർ ln 10 to the power അല്ലെങ്കിൽ -ln 10 to the power 10 ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 10 to the power 20 ഇൻറ്റു 10 power -10 എന്നായിരിക്കും ഫൈനലി വരിക. 10 power -10 അല്ലേ. സോ ഈ കെയിൻ്റെ വാല്യൂ നമുക്ക് വരിക 10 to the power 10 എന്നായിരിക്കും വരിക. കെ വാല്യൂസ് 10 to the power 10. ആ ഡാറ്റ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഐം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ 0.693 ഡിവൈഡഡ് ബൈ 10 to the power 10. അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 6.93 ഇൻറ്റു 10 to the power -11 എന്ന് എഴുതാം, അല്ലെങ്കിൽ 69.3 ഇൻറ്റു 10 to the power -12 എന്ന് എഴുതാം. എന്നോട് ചോദിച്ചേക്കുന്നത് എത്ര പീക്കോ സെക്കൻഡ് വേണമെന്നാണ്. പീക്കോ സെക്കൻഡ് മീൻസ് 10 to the power -12ൻ്റെ ഫോമിലാണ്. 10 to the power -12ൻ്റെ ഫോമിൽ എത്ര സെക്കൻഡ് വേണം, 69.3. ക്ലോസസ്റ്റ് ഇൻറ്റീജർ വാല്യൂ 69 ആയിരിക്കും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ക്ലോസസ്റ്റ് ഇൻറ്റീജർ വാല്യൂ 69.